എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. നാടൻ പാവയ്ക്ക. അതിൻ്റെ കുറച്ച് ടിപ്സും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പാവൽ കൃഷിയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പ്രീതിയുടെ വിത്താണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് പാവയ്ക്കയുടെ കുറച്ച് ടിപ്സ് കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. എല്ലാവരും പറയുന്നു നമ്മുടെ പാവയ്ക്ക മെഴുക്കുരട്ടി വെക്കുമ്പം ഭയങ്കരമായിട്ട് കയ്പ്പാണ്, പിന്നെ പാവയ്ക്ക ഭയങ്കരമായിട്ട് അളിഞ്ഞ്, അതായത് വെന്ത് ഇതാവുന്നു എന്നൊക്കെ. അപ്പോൾ അതിനായിട്ടൊരു ടിപ്സ് ഞാൻ പറയാം. നമ്മൾ ഈ പാവയ്ക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതായിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ഈ വെള്ളം തോരുന്ന പാത്രത്തിൽ ഈ പാവയ്ക്ക നമ്മൾ വാരി വെക്കണം. കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 10-15 മിനിറ്റ് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ചേക്കണം. അപ്പോൾ ഇതിൻ്റെ വെള്ളമെല്ലാം ഊറിപ്പോവും. അത് കഴിഞ്ഞിട്ട് ഈ പാവയ്ക്ക നമുക്ക് പിന്നെ മെഴുക്കുരട്ടി വെക്കാം. ഇത് വെള്ളം തോരാനായിട്ട് ഞാൻ പാത്രത്തിലെടുത്ത് വെക്കാൻ പോവുകയാണ്. നമ്മൾ പാവയ്ക്കയുടെ കയ്പ്പ് മാറാനായിട്ട് മഞ്ഞൾപ്പൊടി ഉപ്പും എല്ലാം ചേർത്ത് വെച്ചിരുന്നത് ആ വെള്ളം എല്ലാം ഊറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാവയ്ക്ക ചീനിച്ചട്ടിയിലിടാം. അപ്പോൾ ഇതിന് കയ്പ്പ് ഉണ്ടാവത്തില്ല. അതിനകത്ത് വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാവയ്ക്ക വറക്കാനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒത്തിരി അങ്ങ് മൂക്കണ്ട, ചെറുതായിട്ടൊന്ന് മൂത്ത് കഴിയുമ്പോഴത്തേക്ക് ഇനി നമുക്ക് ഈ പാവയ്ക്ക ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇനി ഇത് നമ്മൾ അടച്ചു വെക്കരുത്. അടച്ചു വെക്കുമ്പോഴാണ് ആവി തട്ടി ആ കയ്പും എല്ലാം കൂടെ നമുക്ക് ഈ പാവയ്ക്കകത്തിലോട്ടാവുന്നത്. അങ്ങനെയാണ് ഈ പാവയ്ക്ക അങ്ങ് അളിഞ്ഞു പോകുന്നതും എന്താ പറയുക കഴിക്കുന്നതും. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാതെ ചെറിയൊരു തീയിൽ ഇതിങ്ങനെ തന്നെ ഇട്ടേക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ ജോലികളെല്ലാം ചെയ്തിട്ട് വന്നാലും മതി. നമുക്കിത് ചെറുതായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തേക്കാം. ഈ പാവയ്ക്കായയുടെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ശരീരത്തിലുണ്ടാകുന്ന അസഹ്യമായ ചൊറിച്ചിൽ ശമിക്കാൻ പാവയ്ക്ക അരച്ച് നമ്മൾ എന്താ പറയുക വെള്ളത്തിൽ ചേർത്ത് കുടിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കൃമിരോഗങ്ങളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മുടെ കായം, ഇന്ദുപ്പ് എന്നിവയോടൊപ്പം പാവലിൻ്റെ ഇലയില്ലേ അതിൻ്റെ നീര് ചേർത്ത് അരച്ച് വെള്ളത്തിൽ ചേർത്ത് കുടിച്ചാലും മതി. നമ്മുടെ പാവയ്ക്ക ഇപ്പോൾ നല്ല മൂത്ത് ഉപ്പേരി പോലെ ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല കയ്പില്ലാത്ത നല്ല പാവയ്ക്ക മെഴുക്കുരട്ടി ആയിട്ടുണ്ട് ഇതിപ്പോൾ.